ഞാൻ പറഞ്ഞു ഒന്നിൻ്റെ ഉദ്ഘാടനം അതായിരിക്കും, പിന്നെ സമാപനം അതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഇത് ചിത്രം കാണാറുണ്ട്. എനിക്ക് AC വണ്ടിയൊന്നും വേണ്ട, സാറിൻ്റെ വണ്ടിയിൽ ഞാൻ വരാം. എൻ്റെ അടുത്താണെങ്കിൽ മാരുതി 800-ൻ്റെ നോൺ AC വണ്ടിയാണ് അന്നുള്ളത്. സ്കൂളിലെ മൈക്കിൻ്റെ സ്ഥിതി അറിയാമല്ലോ, ചുണ്ടടുത്ത് പോയാൽ ഷാക്കടിക്കും. ഞാനതിന് പാടിക്കോളാമെന്ന് പറയുന്ന ആ ഒരു എളിമ എല്ലാ ഗായകരും ചിന്തിക്കണം. യഥാർത്ഥ കൃഷ്ണൻ ഇറങ്ങി വരുന്ന പോലെ തോന്നും. പിള്ളേരല്ലേ ചാടി നേരെ കാറങ്ങ് വളഞ്ഞു. സാറിന് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? എനിക്ക് മറക്കാൻ വയ്യാത്ത ഒരു അനുഭവം എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ മോഡൽ സ്കൂളിൽ മ്യൂസിക് അധ്യാപകനായിരുന്നപ്പോൾ ഒരിക്കൽ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. ആർട്സ് ക്ലബ് സെക്രട്ടറി മിക്കവാറും വേറെ അധ്യാപകരാണ് ആവുന്നത്. കാരണം എനിക്ക് കുട്ടികളോട് പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ളത് നടക്കാറില്ല. ഒരു പ്രാവശ്യം ഇതുപോലെ KS ചിത്രയെ വിളിക്കണമെന്ന് ഇങ്ങനെ ആവശ്യപ്പെട്ടു സ്കൂളുകാർ. അങ്ങനെ ചിത്രയെ കാണാനായിട്ട് ഞാൻ ചിത്രയുടെ കുഞ്ചാലമുട്ടുള്ള വീട്ടിൽ പോയി. അപ്പോൾ അന്ന് ചെന്നപ്പോൾ അന്ന് ചിത്ര അവിടെ ഉണ്ട്, കുഞ്ഞും കൈക്കുഞ്ഞുണ്ട്. അപ്പോൾ ചിത്രയുടെ ഭർത്താവ് വെളിയിൽ ഇങ്ങനെ പോർട്ടിക്കോയിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനവിടെ ചെന്ന്, ഞാനൊരു സാറ് കൂടെ ഒരു സാറുണ്ടായിരുന്നു. ആ സാറിൻ്റെ പേര് ബേബി ജേക്കബ് സാറാണെന്ന് സംശയമുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഇന്ന് നിലവിലില്ല, അദ്ദേഹമാണെന്ന് തോന്നുന്നു. എനിക്ക് പോയി സംസാരിച്ച് ഇങ്ങനെ ഞങ്ങൾ മോഡൽ സ്കൂളിൽ നിന്ന് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വരണം, ഇരിക്കണം സാർ, ഇരിക്കണതാണ് സീറ്റ് തന്നു. മോഡൽ സ്കൂൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഒരു വികാരം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കണ്ടു. ഇരിക്കണം സാർ, ഞാനും മോഡൽ സ്കൂളിൽ പഠിച്ച ആളാണ്. ഞാൻ 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും അതിന് മുമ്പ് UP-യിലൊക്കെ മോഡൽ സ്കൂളിൽ പഠിച്ച ആളാണ്. ഇരിക്കണം സാർ. എന്താണ് സാർ? ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കൊരു ചെറിയ സഹായം ചെയ്യണം, ചിത്രയെ നമുക്കൊന്ന് ആർട്സ് ക്ലബ് ഇനാഗുറേഷന് കിട്ടണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചിത്ര അങ്ങനെ ആൺകുട്ടികളുടെ സ്കൂളുകളിൽ പോകാറില്ല പൊതുവേ. ഞാൻ പറയും, ഞങ്ങൾ ആൺകുട്ടികളുടെ സ്കൂളുമായിട്ട് കരുതരുത്, മോഡൽ സ്കൂളാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊരാഗ്രഹമാണെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും ചിത്രയെ വിളിക്കാം. ചിത്രയെ വിളിച്ചപ്പോൾ ചിത്ര വന്നപ്പോൾ എന്നെ കണ്ടപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മോഡൽ സ്കൂൾ സംഗീത അധ്യാപകനാണ്. അല്ല, സംഗീത അധ്യാപകനാണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ? അല്ല, സംസാരിക്കണ്ട, സാറിൻ്റെ പരിപാടി ഞാൻ കൃത്യമായിട്ട് കാണാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. അത് അന്ന് ഏഷ്യാനെറ്റ് തുടങ്ങിയ സമയത്ത് രാഗപരിചയം എന്നൊരു പരിപാടി ഞാൻ അവതരിപ്പിച്ചിരുന്നു. ആദ്യം ഹംസനാദം, സരിമ പനീസ സാനി പമാരി സരിമ പരിസനി പമരി റിമ പമരി സരി സരിമ പരി മാവനി സരി നിസരി മാരി സാനി പമ മപനി പമനി പമരി നീരിസ. ഈ രീതിയിലാണ് എൻ്റെ സ്വര സഞ്ചാരം പോകുന്നത്. ഒരു 100-150 എപ്പിസോഡ് കൂടുതൽ ഞാൻ ചെയ്തു. 150 എപ്പിസോഡ് കൂടുതൽ ചെയ്തു. അതായത് ഒരു രാഗത്തിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ആരോഹണം പാടുക, അതിലുള്ള കീർത്തനങ്ങൾ പാടുക, എന്നിട്ട് കുറേ സ്വരപ്രസ്ഥാനം നടത്തുക, അതിലുള്ള ഒരു സിനിമാ പാട്ടും കൂടെ പാടുക. അപ്പോൾ സാധാരണ ജനങ്ങളിൽ ഇത് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു രീതിയാണ്. അന്ന് അജിത് ഗോപിനാഥ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, പുള്ളിയാണ് എന്നെ അതിനൊക്കെ വിളിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, എനിക്കിത് ശരിയാവും, എനിക്ക് സിനിമാ പാട്ട് പാടി ശീലമില്ല, 24 മണിക്കൂറും ക്ലാസിക്കൽ കൊണ്ടുപോകുന്ന ആളാണ്. പക്ഷേ പുള്ളി പറഞ്ഞു, സിനിമാ പാട്ട് മുഴുവൻ പാടണ്ട, ഇന്ന സിനിമാ പാട്ടിൽ ഇന്ന രാഗം എങ്ങനെയാണ് പ്ലേ ചെയ്തിരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു, അത് ഞാൻ ട്രൈ ചെയ്തു കുറേ. അപ്പോൾ പുള്ളി പറഞ്ഞു, ആദ്യം ഒരു 10 എപ്പിസോഡ് നമുക്ക് ചെയ്യാം, അതിൻ്റെ പ്രതികരണം അറിഞ്ഞിട്ട് ബാക്കി തീരുമാനിക്കാം. ഞാൻ പറഞ്ഞു, ഒന്നിൻ്റെ ഉദ്ഘാടനം അതായിരിക്കും, പിന്നെ സമാപനം അതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും പോകാമെന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ 10 എപ്പിസോഡ് വിട്ടപ്പോൾ ഭയങ്കര രീതിയിലുള്ള പ്രതികരണങ്ങൾ. ഏഷ്യാനെറ്റ് മാത്രമേ അന്നുള്ളൂ, ദൂരദർശൻ ഏഷ്യാനെറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ചാനലും അന്ന് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ 10 എപ്പിസോഡ് പുള്ളി അജിത്ത് വിളിച്ച് പറഞ്ഞു, സാറേ സംഗതി ക്ലിക്കായിട്ടുണ്ട്, സാർ ഇനി ട്രൈ ചെയ്തോ എന്നൊരു ഓർഡർ തന്നു. പിന്നെ അങ്ങോട്ട് ഒരു 10, 100, 150 എപ്പിസോഡ് എങ്ങനെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനും ക്രമേണ സിനിമാ പാട്ടുകാരനായോ എന്ന് എനിക്കൊരു സംശയം. അങ്ങനെ കളക്ട് ചെയ്തു. എൻ്റെ അടുത്ത് വല്ലതും കളക്ഷൻ ഉണ്ടോ? ഞാൻ എൻ്റെ പരിചയത്തിലുള്ള ശിഷ്യകളെയും കൂടെ വർക്ക് ചെയ്യുന്ന അധ്യാപകരെയൊക്കെ സമീപിച്ച് പല സിനിമാ പാട്ട് കളക്ട് ചെയ്ത് അതിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന രാഗങ്ങളെക്കുറിച്ച് പഠിച്ച് ആ രാഗവും ഇതുമായിട്ട് മിങ്കിൾ ചെയ്ത് പരിപാടി അങ്ങ് ഇത് ചിത്ര കാണാറുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഭാഗ്യം എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇദ്ദേഹം ചിത്രയുടെ ഭർത്താവ് പറഞ്ഞു, ഞാൻ മോഡൽ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആളാണ്, ചിത്ര മോഡൽ സ്കൂളിൽ വരും. ഞാൻ പറഞ്ഞു, സെക്യൂരിറ്റി, ഞാൻ പറഞ്ഞു അതിനൊന്നും വിഷമിക്കേണ്ട, കുട്ടികൾ അനങ്ങില്ല, ചിത്രയ്ക്ക് ധൈര്യമായിട്ട് വരാമെന്ന് വാക്ക് കൊടുത്തു. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ചിത്രയുടെ മനസ്സ് ശ്രദ്ധിച്ചത്, ആ സമയത്ത് ഞാൻ പറഞ്ഞു, എങ്ങനെ വണ്ടി കൊണ്ടുവരാം, പുറത്തുനിന്ന് വണ്ടി കൊണ്ടുവരട്ടോ എന്ന് വെച്ചു.
അപ്പോൾ AC വണ്ടി ഇങ്ങനെ കൊണ്ടുപോകണമല്ലോ, അവരുടെ ആ ഒരു സ്റ്റാറ്റസ് നമുക്ക് മോശമാക്കാൻ പാടില്ല. എന്നാൽ ഞാൻ അങ്ങോട്ട് എനിക്ക് AC വണ്ടിയൊന്നും വേണ്ട, സാറിൻ്റെ വണ്ടിയിൽ ഞാൻ വരാം. എൻ്റെ അടുത്താണെങ്കിൽ മാരുതി 800-ൻ്റെ നോൺ AC വണ്ടിയാണ് അന്നുള്ളത്, അത് മതിയോ? ധാരാളം. അപ്പോൾ ചിത്രയും കസിനും ഒരാളുണ്ടായിരുന്നു, രണ്ടുപേരും കൂടെയാണ് എൻ്റെ വണ്ടിയിൽ വന്നത്. അപ്പോൾ ഒരു അനുഭവം ഞാൻ പറയാം. വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ PR സെല്ലിൽ അവിടെ ഏതാണ്ട് എത്താറായപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, സാർ ഞാൻ ഏത് പാട്ട് പാടണ്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പാട്ട് പാടാൻ വേണ്ടിയല്ലേ ചിത്രയെ കൊണ്ടുപോകുന്നു, ഇഷ്ടമുള്ള പാടാം, എന്തെങ്കിലും ശ്ലോകം പാടിയാൽ മതിയോ? ഞാൻ പറഞ്ഞു പോരാ, സിനിമ പാട്ട് തന്നെ പാടണം. അപ്പോൾ ഏത് വർഷം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ കാർമുകിൽ വർണ്ണൻ്റെ എന്നൊരു പാട്ട് ചിത്ര പാടി ഹിറ്റാക്കിയത്. എല്ലാ പാട്ടും ഹിറ്റാണ്, ആ പാട്ട് അസാധ്യമായിട്ട് ഓടിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ അതിൻ്റെ അടുത്ത് പറഞ്ഞ ആ പാട്ട് പാടിയാണ് സന്തോഷം, വേറെ ഏത് പാട്ട് ഇരിക്കുന്നത്, അപ്പോൾ നല്ല നിറഞ്ഞിരിക്കുന്ന സമയം ആ പാട്ട് പാടാൻ പറഞ്ഞു. ഒന്ന് എൻ്റെ അപ്പോൾ 2 വട്ടം ശ്രുതിക്കാണ് ഞാൻ പാടിയിരിക്കുന്നത്. ശരി ആയിക്കോട്ടെ. അപ്പോൾ ശ്രുതി ബോക്സ് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, സാർ ശ്രുതി ബോക്സൊക്കെ കൊണ്ടുപോകുന്നു. ഞാൻ പറഞ്ഞു സംഗീതജ്ഞനല്ലേ, ഒരു ശ്രുതി ബോക്സ് എൻ്റെ കയ്യിൽ എപ്പോഴും കാണും, പ്രത്യേകിച്ച് ഇന്ന് എനിക്ക് വേണമെന്ന് എനിക്ക് തോന്നി, അങ്ങനെ ഞാൻ എടുത്തു. വാസ്തവത്തിൽ ആർട്സ് ക്ലബ്ബ് ഇനാഗുറേഷൻ അപ്പം അന്ന് 5000-ൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സമയമാണ്. 6000 കുട്ടികൾ. അന്ന് ഹയർ സെക്കൻഡറി ഇല്ല, ആ സമയത്ത് തുടങ്ങിയിട്ടുള്ള സംശയമുണ്ട് എനിക്ക്. ബാക്കി നിറഞ്ഞ് നിൽക്കുക. അന്ന് കറുപ്പും വെള്ളയുമാണ് യൂണിഫോം, അത് അറിയാമല്ലോ, കറുപ്പൊക്കെ വെള്ളയിട്ട് നടന്ന ആളാണ്. അപ്പോൾ ഫുൾ ഓഡിയൻസ് ഫുൾ ആൾക്കാർ, കുട്ടികളെല്ലാം അങ്ങനെ അക്ഷമരായിട്ടിരിക്കുക. ആ സമയത്ത് മൈക്ക് സെറ്റ് പുറത്ത് നിന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ദാസേട്ടൻ അതിന് മുമ്പ് കൊണ്ടുവന്നു ആർട്സ് ക്ലബ്ബ് ഇനാഗുറേഷൻ. പക്ഷെ ദാസേട്ടൻ ഒന്ന് ആവശ്യപ്പെട്ടു, നല്ല മൈക്ക് വേണമെന്ന് പറഞ്ഞു, സ്കൂളിലെ മൈക്കിൽ പ്രയാസമാണെന്ന് പറഞ്ഞു. അത് ദാസേട്ടൻ്റെ ആ ക്വാളിറ്റി ആയിരിക്കാം, ആ ക്വാളിറ്റിയെന്ന് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ ആവശ്യം നമുക്ക് അംഗീകരിച്ചല്ലേ പറ്റും. പുറത്ത് എന്തൊക്കെ സൗണ്ട്സ് വരുത്തി അവർ പറയുക, എനിക്ക് സ്കൂളിലെ മൈക്ക് മതി. സ്കൂളിലെ മൈക്കിൻ്റെ സ്ഥിതി അറിയാമല്ലോ, ചുണ്ടടുത്ത് പോയാൽ ഷോക്കടിക്കും. കാരണം സ്കൂളിലെ മൈക്കല്ലേ, അത്രയും ക്വാളിറ്റി 2 ബോക്സ് വെച്ചിട്ടുണ്ട്, അതിൽ കൂടെ ശബ്ദം കേൾക്കത്തുള്ളൂ, വേറെ മിക്സറില്ല, ഒന്നുമില്ല, അത് മതിയോ? അത് മതി. പക്ഷേ അരുണെ, എനിക്കൊരു അത്ഭുതം തോന്നിയത് ആ കാർമുകിൽ വർണ്ണൻ്റെ അവിടെ നിന്ന് പാടിയപ്പോൾ ആ നിൽക്കുന്ന കുട്ടികൾ ഞങ്ങളുമെല്ലാം വേറെ ലോകത്തേക്കും. അപ്പോൾ രോമാഞ്ചം വരും. എന്താ അവർ പാടിയത്? പല്ലവി അനുപല്ലവിയും പാടി. അപ്പോൾ കൃഷ്ണ എന്നൊരു വിളിയുണ്ടല്ലോ, വിളിയിൽ നിന്നും പറയാക്കില്ല, യഥാർത്ഥ കൃഷ്ണൻ ഈ ഇറങ്ങി വരുന്ന പോലെ തോന്നി. ആ സാധാരണ മൈക്കിൽ പാടി. ഞാൻ കണ്ട ഒരു പാഠം എന്ന് പറയുന്നത്, ഇത്രയും വലിയ ഒരു ഗായിക, എല്ലാവരും ലോകം അംഗീകരിക്കുന്ന ഒരു അന്ന് ചിത്രയൊക്കെ ഇന്നത്തെ പോലെ ഒന്നുമില്ല, ഇന്നും കത്തി നിൽക്കുകയല്ലേ, അന്ന് അതിലപ്പുറമാണ്, മാക്സിമമാണ്, വേൾഡൊക്കെ അംഗീകരിക്കുന്ന സമയമാണ്. ആ സമയത്തും എനിക്ക് സാധാ മൈക്ക് മതി, ഞാൻ അതിന് പാടിക്കോളാം എന്ന് പറയുന്ന ആ ഒരു എളിമ എല്ലാ ഗായകരും ചിന്തിക്കണം. സാറൊരു വലിയ ഒരു മെസ്സേജാണ്. അല്ല, മെസ്സേജ് വെച്ചാൽ ഞാൻ വേറെ ആരെയും കുറ്റപ്പെടുത്തി ഒരാൾക്ക് ഏത് മൈക്ക് വേണം തീരുമാനിക്കാൻ അയാൾക്ക് അവകാശമുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവരുടെ ആ ഒരു തീരുമാനത്തിൽ ഞാൻ മനസ്സുണ്ടെങ്കിൽ അംഗീകരിച്ചു. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പാട്ട് കഴിഞ്ഞിട്ട് ഇനിയാണ് സംഭവം, തിരിച്ചു വരുന്ന വഴി എല്ലാ കുട്ടികളും, അപ്പം നമ്മുടെ കുറുപ്പ് സാറാണ് അന്നത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ. സാറ് പറഞ്ഞു, അറ്റൻഷനൊക്കെ പറയുമല്ലോ, സാവധാനം അറ്റൻഷൻ അനങ്ങരുത്, നമ്മൾ VIP പോയ ശേഷം മാത്രമേ കുട്ടികൾ ക്ലാസ്സിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ കുട്ടികളും നിൽക്കുക. അപ്പോൾ ചിത്രയെ പതുക്കെ കൊണ്ടുവന്ന് നമ്മൾ ആ താഴത്തെ ആ ഇതുണ്ടല്ലോ, ആ ഡയസിൽ നിന്ന് പതുക്കെ ഞാനും നമ്മുടെ പ്രിൻസിപ്പളും വേറെ 3-4 പേരും നേരെ പ്രിൻസിപ്പൽ റൂമിൽ കൊണ്ടുവന്നിട്ട് അവിടെയാണ് വണ്ടി ഇട്ടേക്കുന്നത്. ഞാൻ ഇങ്ങ് കൊണ്ടുവന്നില്ല, ഇവിടെ കൊണ്ടുവന്ന പിള്ളേരെല്ലാം കൂടെ പൊതിയും 800 ഫ്രണ്ടിൽ ഇട്ടേക്കുക. എന്നിട്ട് നേരെ കൊണ്ടുവന്ന് പ്രിൻസിപ്പൽ റൂമിലോട്ട് കയറ്റി ഉടൻ തന്നെ ചിത്രയെ കൊണ്ടുവച്ചപ്പോൾ ഒരു 10-50 കുട്ടികൾ എവിടെ നിന്ന് വന്നറിഞ്ഞില്ല, UP പഠിക്കുന്ന യവന്മാർ എവിടെ നിന്നാ പൊത്ത് ചാടി, പിള്ളേരല്ലേ, ചാടി നേരെ കാറങ്ങ് വളഞ്ഞു. നമ്മൾ യവന്മാരുടെ എങ്ങനെ കാർ കൊണ്ടുപോയി, ഞാനാണ് ഡ്രൈവർ. നമ്മൾ ചിത്ര കയറി. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഓരോ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകം എന്നറിയാമോ? സയൻസ് പുസ്തകം, സാമൂഹിക പുസ്തകം, മാത്സ് പുസ്തകം, റഫ് ബുക്ക്, കീറി പറഞ്ഞ നോട്ട് എല്ലാം ഉണ്ട് കയ്യിൽ. ഈ നോട്ട് ബുക്കുകൾ എല്ലാം കൊണ്ട് എന്താണ് ചിത്രയുടെ ഒപ്പ് വാങ്ങിക്കാൻ. ഞാൻ പറഞ്ഞ് ചിത്രം ഉടനെ ഒപ്പിടാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാഡം ഇവിടെ ഒപ്പിട്ട് ശീലിക്കല്ലേ, പിള്ളേർ അവസാനം എല്ലാം കൊണ്ട് ശരിയാവില്ല, ഞാനത് എഗ്രിമെൻ്റ് ചെയ്താണ് ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് വീട്ടിൽ കൊണ്ടാക്കണം, വണ്ടി കയറി നമുക്ക് അറേഞ്ച് ചെയ്യാൻ. എല്ലാ പിള്ളേരും ഇന്ന് ബുക്കിംഗ് വാങ്ങിച്ച് കാറിൻ്റെ ഫ്രണ്ടിലങ്ങ് വെച്ച് ഒരു 10-50-60 ബുക്കുണ്ടായിരുന്നു. എല്ലാവർക്കും ഞാൻ ഈ അഡ്രസ്സ് നോക്കി ഈ പേര് നോക്കി ഞാൻ ക്ലാസ്സിൽ കൊണ്ടുതരാം, നാളെ ഒപ്പിട്ട് തരും കേട്ടോ. ഞാൻ വണ്ടിയും കൊണ്ട് ജീവനും കൊണ്ട് അവിടെ തങ്ങ് പോയിട്ട് നേരെ ചിത്രയുടെ വീട്ടിൽ കൊണ്ടുവച്ചു. അപ്പോഴാ മനസ്സൊന്ന് നോക്കണം. അയ്യോ എന്നിട്ട് പറയുക, അയ്യോ ഒപ്പിട്ട് കൊടുക്കാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി കേട്ടോ,
ഞാൻ പറഞ്ഞു ഇത്ര അതല്ല, കുട്ടികളുടെ സ്വഭാവം മനഃപൂർവ്വമല്ല, ആ സ്നേഹം കൊണ്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതല്ല, അവിടെ വെച്ച് ഒപ്പിടാൻ നിന്നാൽ ഒപ്പിട്ട് തീരെയില്ല. ഇതറിഞ്ഞ് വലിയ പിള്ളേരും വരും. 5000 പിള്ളേരെല്ലാം കൂടെ വന്നാൽ നമുക്ക് ഓടാൻ മുന്നേ അടുത്തത് പത്രത്തിൽ റിപ്പോർട്ട് വരും. അപ്പം പക്ഷേ ഇത് ഭാഗ്യം പോലെ 5ാം ക്ലാസ്സിലെ പിള്ളേർ, ബാക്കി എല്ലാവരും അവിടെ നിർത്തിയേക്കാണ്. ആരെ ബാക്കിയുള്ള കുട്ടികൾ, വലിയ കുട്ടികളൊന്നും വിട്ടില്ല. അവന്മാർ വന്നാൽ ഇതൊന്നുമല്ല. ഞാൻ വണ്ടി കൊണ്ട് പേരിക്ക് നേരെ കുഞ്ചാലമൂട്ടിൽ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് ഈ പുസ്തകം കൊടുത്തു. ഉടനെ റബ്ബർ ബാൻഡ് ഇട്ട് അവർ ഞാൻ വൈകിട്ട് എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട്, റെക്കോർഡിംഗ് എന്തോ ഉണ്ടെന്നോ കഴിഞ്ഞിട്ട് ഞാൻ അതിനു മുമ്പ് ടീച്ചറോട് ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു പേജിൽ ചിത്രയുടെ ഒപ്പ് മാത്രം ഇട്ടാൽ മതി, കറക്റ്റിന് ഒപ്പിട്ട് വെച്ചിരുന്നു. അടുത്ത ദിവസം രാവിലെ ഞാൻ പോയി ഈ പുസ്തകങ്ങളെല്ലാം കൂടെ കളക്ട് ചെയ്ത് സ്കൂളിൽ കൊണ്ടുപോയി എല്ലാ കുട്ടികൾക്കും കൊടുത്തു. പേര് വായിച്ചു, പേരില്ലാത്തതുകൊണ്ട്. എന്നിട്ട് ഞാൻ മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്ത് പേരില്ലാത്ത 4 പുസ്തകം എൻ്റെ അടുത്തിരിക്കുകയാണ്, പേരില്ലാത്തമാർ ആരാണോ വന്ന് വാങ്ങിച്ചോളണം എന്ന് പറഞ്ഞു. അങ്ങനെ 4 കുട്ടികൾ വന്നു. ഇത് വാസ്തവത്തിൽ ഒരു ജീവിതത്തിലൊരു അനുഭവമായിട്ട് ഞാൻ പറയണ്ടേ.